ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്ത് കോഴിക്കോട് രാവിലെ 6:05 പുറപ്പെട്ടു. ഇവിടെ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരനെത്തി യാത്ര തുടർന്നു. നഗരപ്രദേശമൊക്കെ കഴിഞ്ഞ് അവൻ്റെ പഴയ ആ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കുള്ള കഥകളൊക്കെ കേട്ട് പനമ്പട്ടയൊക്കെ തിന്നാൻ ആന വരും, വഴി ബ്ലോക്കാക്കിയതും പോലീസുകാർ വന്ന് ഓടിച്ചതും അങ്ങനെയുള്ള അവൻ്റെ കത്തിയൊക്കെ കേട്ട് നമ്മൾ യാത്ര തുടർന്നു. വഴിനീളെ റംബൂട്ടാൻ കച്ചവടവും പല വീടുകളിലും റംബൂട്ടാൻ കൃഷിയൊക്കെ കണ്ടു. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. വാനരന്മാരെയൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായെന്ന് കരുതുന്നു. മറ്റെങ്ങോട്ടുമല്ല, നമ്മൾ ആതിരപ്പള്ളിയിലേക്കാണ് യാത്ര. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് കുപ്പി അതുപോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കുക. കാരണം അതെല്ലാം നമ്മുടെ വാനരന്മാരെ ആവാസവ്യവസ്ഥയും മറ്റു ജീവികളുടെ ആവാസവ്യവസ്ഥയൊക്കെ ബാധിക്കും. ആദ്യം തന്നെ വെള്ളച്ചാട്ടം നടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ നല്ല ഗ്രിപ്പുള്ളത് ഇട്ടിട്ട് പോവുക. ഞങ്ങൾ മഴക്കാലം കഴിഞ്ഞ ഉടനെ പോയതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറി ആയിരുന്നു. പിന്നെ ഈ കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മഴക്കാലം ജസ്റ്റ് തുടക്കത്തിലാണ് നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. ഈ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. എത്രത്തോളം ശക്തിയിലാണ് ആ വെള്ളം വീഴുന്നതെന്ന്. പ്രത്യേകം എല്ലാവരും സുരക്ഷ പരിഗണിച്ച് മാത്രം അടുത്തേക്ക് പോവുക. കുറേ ദൂരത്തേക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സിൽ വെള്ളം വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. സ്ലോ മോഷനിൽ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ. ഒരുപാട് പേര് വിദേശത്ത് ചൂടായതുകൊണ്ട് തന്നെ ലീവിൽ വന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനക്കാരും. തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം തന്നെയാണ്. നമ്മൾ പതിയെ യാത്ര അവസാനിച്ചു മടങ്ങി പോരുകയാണ്. എല്ലായിടത്തും കാണാം ഈ ക്യാഷ് ഓൺലി ബോർഡ്. എന്തുകൊണ്ടാണെന്നറിയില്ല. UPI ഇടപാടുകളൊക്കെ ചിലപ്പം ടാക്സ് പിടിക്കുന്നത് കൊണ്ടോ ഈ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. താഴെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ മുകളിൽ വന്ന് കണ്ടു. അതും അതിമനോഹരം തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക.